ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂറിക്കിലെ പഴയ പട്ടണമാണ്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിരനിരയായി നിരന്ന് കിടക്കുന്ന കാൽനട യാത്രക്കാർക്കുള്ള ഒരു ഉരുളൻ കല്ല് പാതയാണ് ഓൾഡ് ടൗൺ ഓഫ് സൂറിക്. സൈഡ് വാക്ക് കഫേകളും ധാരാളമുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റുകൾ, കോഫി ബീൻസ്, നിരവധി രുചികരമായ വിഭവങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. റൊമാനിക് ഇൻറ്റീരിയർ സ്മാരകങ്ങൾ, സ്റ്റെയിൻ ഗ്ലാസ്, 1106 മുതലുള്ള റോമൻ ചക്രവർത്തിയായ ഷാർലിമൻ്റെ വലിയ പ്രതിമ എന്നിവയുള്ള ഗേറ്റ് കത്തീഡ്രലാണ് ഇവിടെ ഉള്ളത്. പ്രധാന ചരിത്ര കേന്ദ്രമായിട്ടുള്ളതാണ് ഈ കത്തീഡ്രൽ. സൂറിക്കിൻ്റെ പ്രതീകമാണ് ഈ കത്തീഡ്രൽ. നദിയുടെ മറുവശത്തെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിമത്ത് നദിയുടെ ഇരുവശത്തായി നിരവധി തെരുവ് കഫേകൾ, കോഫി ഷോപ്പുകൾ, ബാറുകൾ, സാൻഡ്വിച്ച് സ്ഥലങ്ങൾ, ഉയർന്ന നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകൾ എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലിമത്ത് നദിയുടെ ഇരുവശത്ത് 2 ഭാഗങ്ങളായി പഴയ പട്ടണം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സൂറിക് തടാകത്തിൻ്റെ മനോഹരമായ ജലാശയ തീരത്താണ് ഈ മനോഹരമായ ഒതുക്കമുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത്. പട്ടണത്തിൻ്റെ മധ്യത്തിലൂടെ ലിമാറ്റ് നദി ഒഴുകുന്നു. പട്ടണത്തിലൂടെ വരുന്ന നദീതീരത്തെ മനോഹരമായ നടത്തങ്ങൾക്കും ഈ ജലഭംഗിയുടെ നിരവധി കാഴ്ചകളും കൊണ്ട് നഗരം ഉൾക്കൊള്ളുന്നു. നദിയുടെ ഇരുവശത്തു നിന്നും ഏകദേശം 5 ബ്ലോക്കുകൾ വ്യാപിച്ചു കൊടുക്കുന്നു ഓൾഡ് ടൗൺ. ഏകദേശം 1 മൈൽ നീളത്തിലാണ് ഈ നഗരം. നദിയുടെ കിഴക്ക് വശത്തുള്ള വലത് കരയിൽ പ്രധാന കെട്ടിടങ്ങളുടെ വലിയ കൂട്ടമുണ്ട്. സന്ദർശകർക്ക് ഇത് പ്രധാന ജില്ലയായി കണക്കാക്കപ്പെടുന്നു. സ്വന്തമായി ചുറ്റി നടക്കാൻ സ്ഥലങ്ങൾ, പരിവേഷം ചെയ്യാൻ നിരവധി ചെറിയ സൈഡ് ലൈനുകളും ഉണ്ട്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഏതാനും 100 മീറ്റർ അകലെയുള്ള ലിമാറ്റ് നദി കുറുകെയാണ് ഓൾഡ് ടൗണിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ലിമാറ്റ് നദിയുടെ കിഴക്ക് നീഡർഫോർ സ്ട്രാസ് ആണ്. ഓൾഡ് ടൗണിലെ ഏറ്റവും നീളം കൂടിയ ലൈനാണ് ഇത്. 500 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ നിങ്ങൾക്ക് തികഞ്ഞ അവസ്ഥയിൽ കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ തെരുവുകളിൽ ഒന്നാണ് നീഡർഫോർ സ്ട്രാസ്. ഏകദേശം 1 മൈൽ നീളമുള്ള ഒരു കാൽനട തെരുവാണിത്. ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാരിയെയും തദ്ദേശീയരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ധാരാളം റെസ്റ്റോറൻറ്റുകൾ, സൈഡ് വാക്ക് റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, കഫേകൾ, ബേക്കറികൾ തുടങ്ങിയ ഹോട്ടൽ അലക്സാണ്ടർ പോലെയുള്ള ഹോട്ടലുകൾ എന്നിവയും ഇവിടെയുണ്ട്. നടക്കാൻ ശരിക്കും രസകരമായ സൈഡ് സ്ട്രീറ്റുകളുണ്ട്. ഹിഷ് ഹാൻഡ് പ്ലാറ്റ്സ് 1870 നിർമ്മിച്ച ഒരു പ്ലാസയാണ്. ഇത് ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗര പ്ലാസയായി വികസിച്ചു. 2 മികച്ച ഹോട്ടലുകളും ഇവിടെയുണ്ട്. ഇവിടെ ചില ആർട്ട് ഗാലറികളുമുണ്ട്. ഏകദേശം 1145 മുതൽ ആരംഭിച്ചതും ഇപ്പോഴും ചില യഥാർത്ഥ കെട്ടിടങ്ങളിൽ ഉള്ളതുമായ നഗരത്തിലെ ഏറ്റവും മികച്ച ജംഗ്ഷനുകളിൽ ഒന്നാണ് ന്യൂമാർക്ക്. വ്യക്തിഗത ബൗദ്ധികവും മനോഹരമായ ചില ഗാലറികളും ഇവിടെയുണ്ട്. റഷ്യൻ വിപ്ലവത്തിന് തൊട്ടു മുമ്പ് 1 വർഷം ഇവിടെ താമസിച്ചിരുന്ന ലെനിൻ പോലെയുള്ള നേതാക്കന്മാർ അവരുടെ ചില വാസസ്ഥലങ്ങളാണ് സ്പെഗൽ ഗ്ലാസ്. ഉണങ്ങിയ പഴങ്ങൾ, പരിപ്പ്, പുതുതായി വറുത്ത കാപ്പിക്കുരു, ചോക്ലേറ്റുകൾ, നിരവധി രുചികരമായ ട്രീറ്റുകൾ എന്നിവ വിൽക്കുന്ന ഒരു ഭക്ഷണശാലയാണ് ഷോർട്സ് ആൻഡ് ബാക്ക്. 120 വർഷത്തിലേറെയായി ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന നിരവധി കഫേകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രേറ്റ് കത്തീഡ്രൽ അല്ലെങ്കിൽ ഗ്രോസ്മൺസ്റ്റർ 1106 മുതൽ പഴക്കമുള്ള ഒരു വലിയ റൊമാനസ്ക് പള്ളിയാണ്. 1519 മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ കുരിശു യുദ്ധം ആരംഭിച്ച് 2 വർഷത്തിനു ശേഷം അൽഡ്രിച്ച് സിംഗ്ലിയുടെ തീക്ഷ്ണമായ പ്രസംഗങ്ങളോടെ സ്വിറ്റ്സർലാൻഡിൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണം ആരംഭിച്ചത് ഇവിടെയാണ്. ഗ്രോസ്മൺസ്റ്റർ കത്തീഡ്രലാണ് സൂറിച്ചിൻ്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്ക്. ഐതിഹ്യമനുസരിച്ച് ഷാർലിമെയിൻ ഇവിടെ ആദ്യത്തെ പള്ളി ഒരു ആശ്രമമായ നിർമ്മിച്ചു. നിലവിലെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം 1100 മുതൽ 1300 വരെ റൊമാനസ്ക് ശൈലിയിലായിരുന്നു. ലിമാറ്റ് നദിക്കരയിൽ കായലുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് മത്സ്യവും ചരക്കും കയറ്റുന്നതും ഇറക്കുന്നതും പോലെയുള്ള പ്രവർത്തനങ്ങളുടെ തിരക്കിലായിരുന്നു. ആർക്കേഡുകൾ വ്യാപാരികൾക്കുള്ള പ്രധാന ആസ്ഥാനം ഇവിടെ നിർമ്മിച്ചിരുന്നു.
ലിമാറ്റിൻ്റെ വലത് കരയിൽ നിരന്നിരിക്കുന്ന ഗിൽഡ് ഹൗസുകളും മറ്റ് ഗംഭീരമായ കെട്ടിടങ്ങളും പഴയ ടൗൺ ഹാളിൻ്റെ മനോഹരമായ ഒരു കാഴ്ച ഉൾപ്പെടെ ശ്രദ്ധേയമായ ഒരു കാഴ്ച നൽകുന്നു. ഇന്നും അത് ആകർഷകമാണ്. നിങ്ങൾക്ക് നദിയിലൂടെ ഒരു ബോട്ട് സവാരി നടത്താം. അകലെ മഞ്ഞുമൂടിയ ആൽപ്സും കാണാം. ലിമറ്റിലെ വൃത്തിയുള്ളതും മലിനമാകാത്തതുമായ വെള്ളം വളരെ മത്സ്യബന്ധത്തിന് പറ്റിയതാണ്. അടുത്ത പള്ളിയാണ് ഫ്രോമൺസ്റ്റർ പള്ളി. ഇത് 9-ാം നൂറ്റാണ്ടിൽ കെട്ടിയതാണ്. തെക്കൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു യഥാർത്ഥ പ്രഭുക്കന്മാരായ സ്ത്രീകൾക്കുള്ള ഒരു കോൺവെൻ്റ് ആയിരുന്നു ഇത്. വാട്ടർ ഫ്രണ്ട് കാഴ്ചയുള്ള ഈ പ്രോമനാഡിൽ നിങ്ങൾക്ക് നദീതീരത്ത് നടക്കാം. പഴയ സിറ്റി ഹാളിൻ്റെ മറ്റൊരു മികച്ച കാഴ്ച മറുവശത്ത് റൗത്ത് ഹൗസ് ടൗൺ ഹാളാണ്. ലിമാറ്റിന് കുറുകെയുള്ള പറ്റിയ സ്ഥലമാണ് എലിഗൻറ്റ് ഹോട്ടൽ സ്റ്റോർച്ച് ടെക്സ് ആർക്കേഡ് കഫേ. ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള വാസസ്ഥലങ്ങളിൽ നിന്നുള്ള സൂറിക്കിൻ്റെ ഏറ്റവും പഴയ ചെന്ന കോറാണ് ഈ നദീതര അയൽപ്പക്കം. ഇത് നിങ്ങളെ വിൻപ്ലാസ് എന്ന ഹോട്ടലിന് മുന്നിലുള്ള ഒരു തുറന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ടെറസസ് കഫേ ഉള്ള മനോഹരമായ ഒരു ക്രമീകരണമാണ് ഇത്. ഗതാഗതക്കുരുക്കിൽ നിന്ന് മാറി വിശ്രമിക്കാൻ ഈ സമാധാനപരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഇവിടെ കാണുന്ന ഈ മാന്യൻ സൂറിക്കിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് സൂറിക് പട്ടണത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം മുഴുവൻ ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം കൗതുകം തോന്നി. അപ്പോൾ ഞാനും ഈ വെള്ളം കുടിച്ചു നോക്കി. വളരെ നല്ല വെള്ളം തന്നെയാണ് ഇത്. Get a fresh drinking water which is used in Zurich for drinking. It's a very pure and fresh water. What is it, drinking water? Drinking water. Oh. Yeah. That's nice. This is a fun place, promenade, where many people are socializing here, having a cup of tea or coffee or a beer, and they're having a cool time. And the atmosphere here is also so, ambience is so good, very peaceful and tranquil atmosphere. We are just crossing this old town, old start of Zurich. We had a good walk and we took a lot of videos. ഇവിടെ വലതുവശത്തായിട്ട് കാണുന്നതാണ് കിയോസ്ക്. അവിടെ മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും പിന്നെ ആഹാരം കഴിക്കാനുള്ള ഹാംബർഗറും സാലഡും പാസ്തയും അങ്ങനെ പല ആഹാര സാധനങ്ങളും ഇവിടെയുണ്ട്. വെളിയിലിരുന്ന് ആഹാരം കഴിക്കുവാനുള്ള സൗകര്യവും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് നീഡർഡോഫ് പ്ലാസയിലേക്ക് നടന്നു. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. കുറേ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. അവിടെയെല്ലാം ജനങ്ങൾ കൂടിയിരുന്ന് ബിയറും കോഫിയും ചോക്ലേറ്റും ആഹാര സാധനങ്ങളും കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. വളരെ കൗതുകകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. On the opposite side of the road, there's a shop called Only, O-N-L-Y. We don't know what's the meaning of that, but it sounds so unique and good. ഈ പാലത്തിന് മുകളിൽ വളരെ ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു. ഏതോ പ്രോഗ്രാം കഴിഞ്ഞ് അവർ മടങ്ങുകയാണെന്ന് തോന്നി. വളരെ കൗതുകകരമായ ഒരു കാഴ്ച ആയിരുന്നു ഇത്.
ഒരു മനോഹരമായ സന്ദർശനത്തിന് ശേഷം ഓൾഡ് ടൗണിൽ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കുവാൻ വേണ്ടി ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഓൾസോ പിസ്സ ആൻഡ് ദിസ് ഈസ് വാട്ട് റൈസ്. Okay. What is that pizza called? Kebab. Kebab pizza. Oh, okay. This is Saibaka restaurant in Zurich. We had dinner there. It's a beautiful, nice food. വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ലക്കങ്ങളിൽ ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദിയുണ്ട്.